നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി നിർമ്മാണ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസ്. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലധർ റെഡ്ഡിയാണ് കമ്പനിയുടെ വീഴ്ച ഏറ്റെടുത്ത് പ്രതികരിച്ചത്. പ്രാഥമിക വിവരം മാത്രമാണുള്ളതെന്നും എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള കൃത്യമായ പരിശോധനകൾ തുടരുകയാണെന്നും നിർമ്മാണത്തിന് മുൻപ് എല്ലാത്തരം പഠനങ്ങളും നടത്തിയിരുന്നുവെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു. പ്രദേശത്ത് പാലമാണ് വേണ്ടതെങ്കിൽ പാലം നിർമ്മിക്കാനും തയ്യാറാണ്. വിദഗ്ധരുടെ ഉപദേശമനുസരിച്ച് കമ്പനി മുന്നോട്ടു പോകുമെന്നും ജലധർ റെഡ്ഡി പറഞ്ഞു. കമ്പനിക്ക് 40 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്നും മികച്ച അസംസ്കൃത വസ്തുക്കളും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്താൻ കമ്പനി ശ്രദ്ധ ചെലുത്താറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂരിയാട് ദേശീയപാത ഇടിഞ്ഞുതാണ സംഭവത്തിൽ കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡീബാർ ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജലധർ റെഡ്ഡിയുടെ പ്രതികരണം. KNR കൺസ്ട്രക്ഷനു പുറമെ പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും കേന്ദ്രം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ M അമർനാഥ് റെഡ്ഡി, ദേശീയപാത നിർമ്മാണത്തിന്റെ ടീം ലീഡറായ രാജ്കുമാർ എന്നീ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് നടപടി. പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് കരാർ കമ്പനിക്കും കൺസൾട്ടന്റ് കമ്പനിക്കുമെതിരെ കേന്ദ്രം നടപടിയെടുത്തത്. ഡീബാർ ചെയ്തതിനാൽ കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ ഇനി ദേശീയപാതയുടെ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡ് അടക്കം തകരുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തിയിരുന്നു. 2 അംഗ സംഘമാണ് പരിശോധന നടത്തിയത്. മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസ്, ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരാണ് കൂരിയാട് പരിശോധന നടത്തിയത്. ഈ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. ഡൽഹി IITയിലെ പ്രൊജക്ടർ GV റാവുവിനെ ഉൾപ്പെടുത്തി ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. ഇതിനൊപ്പം കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഈ വിദഗ്ധ സംഘം പരിശോധിക്കുമെന്നാണ് ലഭ്യമായ വിവരം. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഒപ്റ്റോമെട്രിസ്റ്റ് ആയാല് ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അസിസ്റ്റന്റിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടല്ലോ. അതെന്താ ഒഫ്താൽമോളജിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കരിയർ ഇല്ല? അത് ഞാനും കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെയല്ല. കാരണം നമ്മുടെ പാരാമെഡിക്കൽ ഫീൽഡിൽ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ലേ ഒപ്റ്റോമെട്രി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വിഷൻ തെറാപ്പി സെൻറ്ററും റിഹാബിലിറ്റേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ കോൺടാക്ട് ലെൻസ്, പ്രോസ്തറ്റിക്കായി ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ? ഇതുകൊണ്ട് സ്വന്തമായിട്ടൊരു നിലയിലേക്ക് എത്താൻ പറ്റൂല്ലേ? അവൾ ചോദിച്ചിരുന്നു ഒപ്റ്റോമെട്രി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ്. അതിന് നമ്മുടെ ഇസ്ലാം ഉണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അഡീഷണലി നമുക്ക് ഈ വീക്കിലി കിട്ടുന്ന കേസ് പ്രസൻറ്റേഷൻസും അതുപോലെ ഈ ക്യാമ്പ്സൊക്കെ സ്റ്റുഡൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇസ്ലാം എന്ന ബെസ്റ്റ്.